നമ്മളിത് പറയാൻ പോകുന്നത് യൂണിറ്റ് 1-ന്റെ പാർട്ട് 3 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വാരിയബിൾസ് വരെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ യൂണിറ്റ് 1 എന്ന് പറയുന്നത് യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പാർട്ട് 3 ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അതിൽ ഇന്ന് പറയുന്നത് റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക് ഇൻ റിസർച്ച്, അതായത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ റോൾ എന്താണ്, റിസർച്ചിൽ എന്താണ് എന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത്. സ്റ്റാറ്റിസ്റ്റിക് ആസ് എ സബ്ജക്ട് ഏരിയ ഹാസ് വാസ്റ്റ് സ്കോപ്പ് ആൻഡ് അപ്ലിക്കേഷൻ. ഓക്കെ, സ്റ്റാറ്റിക് ഒരു റിസർച്ചിൽ ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. ഇറ്റ് ഫൈൻഡ്സ് ഇറ്റ്സ് അപ്ലിക്കേഷൻ ഇൻ ഫീൽഡ്സ് ലൈക്ക് പോളിസി പ്ലാനിങ്, മാനേജ്മെന്റ്, എഡ്യൂക്കേഷൻ, marketing, agriculture, medicine, and so on. Though one of its major application is in research. Okay, thus our discussion in this regard will mainly focus on psychological research. അതായത് നമ്മുടെ സ്റ്റാറ്റിക് ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ പല സർവേകളിൽ എഡ്യൂക്കേഷനിൽ ഇപ്പോൾ എന്താ ഏത് മെത്തേഡ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ പഠിപ്പിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് സ്റ്റാറ്റിൻ്റെ അപ്ലിക്കേഷൻസ് ആയിട്ട്. നമ്മളിവിടെ നോക്കുന്നത് റിസർച്ചിൽ സ്റ്റാറ്റിൻ്റെ അപ്ലിക്കേഷൻ എന്താണ്, എസ്പെഷ്യലി സൈക്കോളജിക്കൽ റിസർച്ചിൽ സ്റ്റാറ്റിക്കുള്ള അപ്ലിക്കേഷൻ എന്താണെന്നാണ് നോക്കുന്നത്. റിസർച്ച് എന്ന് പറയുന്നത് എന്താ, നമ്മൾ റിസർച്ചിൽ സ്റ്റാറ്റിൻ്റെ റോൾ നോക്കുന്നതിന് മുന്നേ ആദ്യം നമുക്ക് റിസർച്ച് എന്താണെന്ന് നോക്കാം. റിസർച്ച് എന്ന് പറയുന്നത് ഇൻ സിമ്പിൾ ടേംസ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ആസ് ആഡിങ് ടു ദ എക്സിസ്റ്റിംഗ് ഫണ്ട്സ് ഓഫ് നോളജ്. അതായത് ഇപ്പോൾ നമ്മൾ റിസർച്ച് ചെയ്ത് പുതിയൊരു കാര്യം നമ്മൾ കണ്ടുപിടിക്കുക, അപ്പോൾ ഉള്ളതിനേക്കാൾ ഇപ്പം നിലവിലുള്ള അറിവിലേക്ക് പുതിയൊരു കാര്യം നമ്മൾ ചേർക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസർച്ച് എന്ന് പറയുന്നത്. ആഡിങ് ദ എക്സിസ്റ്റിംഗ് ഫണ്ട് ഓഫ് നോളജ്, നമ്മളുള്ള നോളജിലേക്ക് പുതിയത് ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസർച്ച് എന്ന് പറയുന്നത്. ദ ടേം റിസർച്ച് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഫ്രഞ്ച് വേർഡ് റിസർച്ച്, വിച്ച് മീൻസ് ടു ട്രാവൽ ത്രൂ ഓർ സർവേ. അതായത് ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് റിസർച്ച് എന്ന് പറയുന്ന ഫ്രഞ്ച് വേർഡിൽ നിന്നാണ്. ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് ട്രാവൽ ത്രൂ, അതല്ലെങ്കിൽ സർവേ ആണ് മെയിൻ ആയിട്ട് ഇതിന്റെ എന്ത് പറയുന്നത് മീനിങ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഡെഫിനിഷൻ, ശരിക്കും നമ്മളോട് ഒരാൾ റിസർച്ച് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? Definition of scientific research is a systematic, controlled, empirical and critical investigation of natural phenomena guided by theory and hypothesis about the presumed relations among such phenomena. അതായത് ഇപ്പൊ ചില കാര്യങ്ങൾക്കുള്ള കണക്ഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ മനസ്സിൽ ഹിന്റ് വരുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ആദ്യം ഒരു ഇതെങ്ങനെയാണ്, ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡൽഹിയിലുള്ള അഡോളസൻസിന്റെ സെൽഫ് എസ്റ്റീമും ഇന്റലക്ച്വൽ സംഭവങ്ങളും നമ്മൾ ഇത് അളക്കാന്ന് വിചാരിക്കാം. അപ്പൊ ഇത് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അപ്പൊ അങ്ങനെ, അല്ലെങ്കിൽ അങ്ങനെ ഓരോ സംഭവങ്ങൾ നമ്മൾ പഠിക്കുകയാണല്ലോ, അതാണ് റിസർച്ച് എന്ന് പറയുന്നത്. അത് പറയുമ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പോക്കാണ്, അല്ലാതെ നമുക്ക് തോന്നിയ പോലെ നമ്മൾ കുറെ അവിടെ പഠിക്കും കുറെ പഠിക്കും അങ്ങനെയല്ല. നമുക്കതൊരു സിസ്റ്റം ഉണ്ട്, അത് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അതിനെ ക്രിട്ടിക്കലാണ്, നമ്മൾ ക്രൂഷ്യലാണ്. കാരണം നമുക്ക് കിട്ടുന്ന ആൻസർ കറക്റ്റ് ആയിരിക്കണം, അതിനു വേണ്ടിയല്ലേ നമ്മൾ റിസർച്ച് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അത്രയും അക്യുറേറ്റ് ആയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒരു ഫിനോമിന ഗൈഡഡ് ബൈ സ്റ്റഡി തിയറി. ഓക്കെ, അതായത് നമുക്കൊരു തിയറി ഉണ്ടാവും, അത് അതിന്റെ റിസർച്ചിന്റെ മെത്തേഡ്സ് ഏതൊക്കെയാണുള്ളത് നമ്മൾ പറയുന്നുണ്ട്, അപ്പൊ അതിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സയന്റിഫിക് റിസർച്ച് എന്ന് പറയുന്നത്. ഇനി വേറൊരു ഡെഫിനിഷൻ ആണ് എന്ത്, റിസർച്ച് ആസ് ആൻ അനാലിസിസ് ആൻഡ് റെക്കോർഡിംഗ് ഓഫ് ഒബ്സർവേഷൻ ദാറ്റ് ഈസ് carried out in systematic and objective manner. Okay, and this analysis and recording will lead not only to generalization but also to development to theories and predecisions. Research is carried for various reasons like investigating relationships, measuring entities, making prediction, to test hypothesis, make a comparison and draw conclusion about the population. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞു ഈ റിസർച്ച് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്തിനാണ് ഒരു പോപ്പുലേഷൻ കാണുന്നത്, ഒരു ജനസംഖ്യ, ഒരു രാജ്യത്തിന്റെ ജനസംഖ്യ എന്തിനാണ് കാണുന്നത്, അതിന്റെ പോക്ക് എങ്ങനെയാണ് അതിന്റെ വളർച്ച, വരുന്ന വർഷങ്ങളിൽ ഇതിന്റെ വളർച്ച എങ്ങനെയാണ്, അതല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളായിട്ട് കമ്പയർ ചെയ്യാൻ. അപ്പൊ അങ്ങനെ പല കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് മേക്കിംഗ് പ്രിഡിക്ഷൻസ്, അതായത് വരുന്ന ഈ വർഷത്തിൽ ഇത്രയാകും എന്നുള്ള പ്രിഡിക്ഷൻ. അതല്ലെങ്കിൽ റിലേഷൻഷിപ്സ്, ഇപ്പോൾ ഏത് മേഖലയിലാണ് കൂടുതൽ ജനസാന്ദ്രത വരുന്നത്, ഏത് കൂടുതലാണ് ജനസംഖ്യ കൂടുതൽ വരുന്നത്, അത് തമ്മിലുള്ള റിലേഷൻസ്, അതുപോലെ രാജ്യങ്ങൾ തമ്മിലുള്ള കമ്പാരിസൺ അല്ലെങ്കിൽ സ്ഥലങ്ങൾ തമ്മിലുള്ള കമ്പാരിസൺ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കമ്പണൻസ് ഓഫ് റിസർച്ച്, റിസർച്ചിന്റെ കോമ്പണൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്.
അതായത് റിസർച്ചിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്സ് എങ്ങനെയൊക്കെയാണ് റിസർച്ച് ചെയ്യുക എന്നുള്ള സംഭവങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് വണ്ണാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോബ്ലം. അതായത് ഈ പ്രോബ്ലം എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്ത് എഴുതണം. ഓക്കെ. നെക്സ്റ്റ് വണ്ണാണ് ഹൈപ്പോത്തസിസ്. ഈ പ്രോബ്ലം എന്താണെന്ന് നമ്മൾ കണ്ടെത്തിയതിൽ നിന്ന് നമ്മൾ എഴുതുന്ന സംഭവമാണ് ഹൈപ്പോത്തസിസ്. ദ നെക്സ്റ്റ് വൺ ഈസ് സാമ്പിൾ, റിസർച്ച് ഡിസൈൻ, ഡാറ്റ കളക്ഷൻ, ഡാറ്റ അനാലിസിസ്. ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ. ഫസ്റ്റ് വൺ നമുക്ക് എന്താണ് പ്രോബ്ലം എന്താണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ കമ്പ്യൂട്ടർ നമ്മൾ നോക്കിയില്ലേ, അപ്പം അതിലുള്ള ഒന്നാണ് പ്രോബ്ലം. എന്താണ് പ്രോബ്ലം? പ്രോബ്ലം ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് എ ജനറൽ ഒബ്ജക്റ്റീവ് ഓഫ് ദി സ്റ്റഡി. നമ്മൾ എന്തിനെ കുറിച്ചാണോ പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണോ പഠിക്കുന്നത്. അപ്പം നമ്മളോട് പറയാണ് കേരളത്തിലുള്ള അഡോളസൻസിന്റെ ഡ്രഗ് അഡിക്ഷൻസ് കുറിച്ച് പഠിക്കുന്നത്. അപ്പം നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? അവരെങ്ങനെയാണ് ഈ ഡ്രഗിനോട് അഡിക്ഷൻ ആവുന്നത്, അല്ലെ? അതിൽ നിന്ന് എന്താണ് റെമഡി? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഒരു പ്രോബ്ലം ഡിസ്ക്രൈബ്ഡ് ആസ് എ ജനറൽ ഒബ്ജക്റ്റീവ് ഓഫ് ദി സ്റ്റഡി, അതിന്റെ പഠിക്കാനുള്ള അതായത് ഒബ്ജക്റ്റീവ് എന്താണോ, അതായത് ഇപ്പൊ നമ്മൾ ആ പഠിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണോ അതിനെയാണ് നമ്മൾ പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ. The statement of problem provides information about the general focus of the study. Further, there could also be specific objectives based on the statement of the problem. അതായത് നമ്മളിപ്പോൾ എന്താണ് പ്രോബ്ലം എന്ന് എഴുതുന്നതിലൂടെ ഇപ്പം നമ്മളോട് പറയുകയാണെന്ത്, ഇതുപോലെ ഡ്രഗ് അഡിക്ഷൻ ആണ് നമ്മളോട് പഠിക്കുന്നതെങ്കിൽ അപ്പം നമ്മുടെ പ്രോബ്ലം എന്താണ്? അഡോളസൻസിലുള്ള ഡ്രഗ് അഡിക്ഷൻ. അത് നമ്മൾ എഴുതി വെക്കുമ്പോൾ, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ. ജനറൽ ഫോക്കസ് ഓൺ ദ സ്റ്റഡി. ആ സ്റ്റഡി നമ്മൾ പഠിക്കുന്ന നമ്മുടെ പഠനത്തിന്റെ ഫോക്കസ് എന്തിനെ കുറിച്ചാണ് എന്നുള്ളത് നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മനസ്സിലാവും. ഓക്കെ. അതിനെ ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ വേറെ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാക്കാം. അതായത് ഇതിന് റെമഡി എങ്ങനെയാണ്, അതൊരു ഒബ്ജക്റ്റീവാണ്. അതായത് ഈ കുട്ടികളെ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്താം, ഇതിലേക്ക് പോകുന്ന വഴി എങ്ങനെയാണ്, അപ്പൊ നമുക്കത് ബ്ലോക്ക് ചെയ്യാം. അപ്പൊ അതായത് ആ ഒരു സാഹചര്യങ്ങൾ നമുക്ക് ഇല്ലാണ്ടാക്കാം. ഓക്കെ. അപ്പൊ അങ്ങനത്തെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഫർദർ ആണ്. അപ്പൊ അങ്ങനെ ഫർദർ ഒബ്ജക്റ്റീവ്സും നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റേറ്റ്മെന്റ് മൂലം നമുക്ക് ഉണ്ടാവാം എന്നാണ് പറയുന്നത്. ഇഫ് എ റിസർച്ചർ വാണ്ട്സ് ടു സ്റ്റഡി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിസീവ്ഡ് parental behavior and self-concept of adolescent, then the statement of problem will be, അതായത് ഇപ്പോൾ പെർസീവ്ഡ് പാരന്റൽ ബിഹേവിയർ ആൻഡ് സെൽഫ് കൺസെപ്റ്റ്. അതായത് ഇപ്പോൾ ഒരു കുട്ടീനെ ഒരു പാരന്റ് പറഞ്ഞ പോലെ നടക്കുന്ന ഒരു കുട്ടിയും, അതല്ലാതെ കുറച്ചൊക്കെ സെൽഫായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു കുട്ടി. ഓക്കെ. അങ്ങനെ അവർ തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ എന്താണ് നമ്മൾ എഴുതേണ്ടത്? ടു സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പെർസീവ്ഡ് പാരന്റൽ ബിഹേവിയർ ആൻഡ് സെൽഫ് കൺസെപ്റ്റ് അഡോളസൻസ്. അതായത് ബിഹേവിയർ, പെർസീവ്ഡ് പാരന്റൽ ബിഹേവിയറും സെൽഫ് കൺസെപ്റ്റ് അഡോളസൻസും, ആ പാരന്റൽ ബിഹേവിയറും അഡോളസൻസിന്റെ സെൽഫ് കൺസെപ്റ്റും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ അത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതും. ഓക്കെ. അതിനെയാണ് നമ്മൾ പ്രോബ്ലം അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ. ദ നെക്സ്റ്റ് വൺ ഈസ് ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ ഹൈപ്പോത്തസിസ്. അതായത് ഒന്നിൽ കൂടുതൽ കൺക്ലൂഷൻസ്, അതായത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് തോന്നുകയാണെങ്കിൽ അതിനെ അപ്പോൾ ഒന്നിൽ കൂടുതൽ വരുമ്പോൾ അതിനെ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നു. സിംഗിൾ ആണെങ്കിൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നു. ബേസ്ഡ് ഓൺ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ പ്രോബ്ലം. അതായത് നമ്മൾ നേരത്തെ പ്രോബ്ലം ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കി എഴുതി ഇല്ലേ, അതിനെ ബേസ് ചെയ്തിട്ട് ഹൈപ്പോത്തസിസ് ക്യാൻ ബി ഫോർമുലേറ്റഡ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ചില നിഗമനങ്ങൾ ഉണ്ടാവും. ഓക്കെ. അപ്പൊ നമ്മൾ അങ്ങനെ എഴുതി അതിനെക്കുറിച്ച് കുറച്ച് എൻക്വയറി ഒക്കെ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി, ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി, അതിന്റെ സംഭവം ഇതാണ്. ഓക്കെ. അപ്പൊ അങ്ങനത്തെ നമുക്കൊരു ചെറിയ ഫസ്റ്റ് നമുക്കൊരു തോട്ട് ഉണ്ടാവില്ലേ, തോട്ട് പ്രോസസ്സ് വരില്ലേ, അതിനെ നമ്മൾ എന്ത് പറയുന്നത്, ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ദീസ് ആർ ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ടെസ്റ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സയന്റിഫിക് റിസർച്ച്. അപ്പൊ നമുക്ക് ആ ഒരു ഫസ്റ്റ് വരുന്ന തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു ചിന്തനെ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ നമ്മൾ കൂടുതൽ റിസർച്ച് ചെയ്ത് സയന്റിഫിക് റിസർച്ചിലൂടെ നമ്മൾ അത് എന്ത് ചെയ്യാണ്, ട്രൂ ആണ് അല്ലെങ്കിൽ ഫാൾസ് ആണെന്ന് നമ്മൾ എന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്യും. Hypothesis can be null or alternative hypothesis. അതാണ് null hypothesis and alternative hypothesis എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പൊ നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വിചാരിച്ചു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോബ്ലം ഒക്കെ എഴുതി, ഇന്നതാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അത് തുടങ്ങിയ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഇൻഡ്യൂഷൻ ഉണ്ടായി, ഇതാണ് സംഭവം. അപ്പൊ നമ്മളത് ഹൈപ്പോത്തസിസ് ആയിട്ട് നമ്മളത് എഴുതി. ഓക്കെ. പക്ഷെ നമ്മൾ റിസർച്ച് ഒക്കെ ചെയ്ത് കഴിഞ്ഞു വന്നപ്പോ നമുക്ക് തോന്നുകയാണ് ഇത് തമ്മിൽ ഞാൻ എഴുതിയ ഹൈപ്പോത്തസിസും ഇതും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല, അല്ലെങ്കിൽ അത് ഇതിനെ ബാധിക്കുന്നേ ഇല്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയാണ്, ഇപ്പൊ നമ്മളോട് പറയാണ് ഗവൺമെന്റ് ജോബിലുള്ള ആളുകളുടെയും അതുപോലെ
പ്രൈവറ്റ് ജോബുള്ള ആളുകളുടെയും സെൽഫ് സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് നമ്മളോട് ഒരു സ്റ്റഡി നടത്താൻ പറയണം. അപ്പം നമ്മൾ ഇത് ചെയ്തു എന്ത് ആദ്യം തന്നെ നമ്മൾക്കൊരു ഇങ്ങനെ കൺക്ലൂഷൻ വന്നു എല്ലാവരും ഗവൺമെന്റ് ജോബ് എന്ന് പറഞ്ഞാൽ പിന്നാലെ പോകണം അല്ലേ. അപ്പം നമുക്ക് വിചാരിക്കുന്നത് ആ ഗവൺമെന്റ് ജോബിലാണ് സാറ്റിസ്ഫാക്ഷൻ കൂടുതൽ, അപ്പം നമ്മൾ അങ്ങനെ എഴുതും. അതാണ് നമ്മൾ ഹൈപ്പോത്തസിസ് ആയിട്ട് എഴുതും. പിന്നെ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ പറയും ഓരോരുത്തരുടെ സാറ്റിസ്ഫാക്ഷൻ ഓരോ രീതിയിലാണ്, അത് പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ നമ്മൾ ഇത് ഹൈപ്പോത്തസിസ് വാലിഡ് അല്ലാതെ മാറും. അങ്ങനെ ആവുന്ന സമയത്ത് അതിനെ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയും. ഇനി അതല്ല, അതിന് വാല്യൂ ഉണ്ടെങ്കിൽ അത് വാലിഡ് ആണെങ്കിൽ അതിന് നമ്മൾ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയും. ഓക്കെ, ഇത് നമ്മൾ ഇതിന് കൃത്യമായിട്ട് ഇതിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾ 4ാമത്തെ സെമിസ്റ്ററിൽ ഇതിന്റെ സെക്കൻഡ് പേപ്പറിൽ പഠിക്കും കേട്ടോ. ഇനി തേർഡ് വൺ ആണ് സാമ്പിളിംഗ്. എന്താണ് സാമ്പിൾ എന്ന് പറഞ്ഞാല്? എനി സ്റ്റഡി ഈസ് ക്യാരിഡ് ഔട്ട് ഓൺ എ സാമ്പിൾ. The nature and size of the sample will depend on the nature and purpose of the study. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ എത്രത്തോളം നമ്മൾ പറഞ്ഞ പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ സാമ്പിൾ എടുക്കുന്നു അല്ലെ. അപ്പൊ ഈ സാമ്പിൾ നമ്മൾ എടുക്കുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യത്തിന്റെ ഇന്റൻസിറ്റി അനുസരിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ഒരു കുട്ടികളുടെ ബിഹേവിയർ ആണ് പഠിക്കുന്നതെങ്കിൽ എന്താണ് നമ്മൾ കൂടുതൽ സാമ്പിൾ എടുക്കേണ്ടി വരും. അതായത് കുറെ കുട്ടികളുടെ ബിഹേവിയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഇതിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇനി നേരെ മറിച്ച് ഒരു ലിവിങ് കണ്ടീഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ അത് കുറച്ച് ആളുകളെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അല്ലേ. ഇപ്പോൾ ഹൈ, ലോ, മീഡിയം നമുക്ക് 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം. അപ്പൊ കുറച്ച് സാമ്പിൾ എടുക്കുന്നത് കുറച്ചെടുത്താൽ മതി. അപ്പൊ നമ്മൾ പഠിക്കുന്ന സ്റ്റഡിയുടെ പർപ്പസ് എന്താണോ അതിനനുസരിച്ച് സാമ്പിളിന്റെ സൈസ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. ഓക്കെ, also based on the requirement of the study, either probability or non-probability sampling techniques are used to derive the sample. അതായത് സാമ്പിളിംഗ് ടെക്നിക്സ് 2 ഉണ്ട്. അതെന്താണ്? പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്സ്. ഓക്കെ, റിസർച്ച് ഡിസൈൻ. ദ നെക്സ്റ്റ് വൺ ഈസ് റിസർച്ച് ഡിസൈൻ. എന്താണ് റിസർച്ച് ഡിസൈൻ? Any research will also have a research design that provides information about the outline and structure of the research. Okay, research design is important in order to not only seek solution to the research problem but also to control any variance. Thus, research design can be explained as means to allow a researcher to seek answers to research problems in an objective, valid and accurate manner, keeping in mind the economical aspect. അതായത് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അതിൻ്റെ ഒരു ചിത്രം വരയ്ക്കുക അല്ലേ. അതേപോലെ തന്നെ നമ്മൾ റിസർച്ചിൻ്റെ ഒരു ചിത്രം വരയ്ക്കാം. എന്താ റിസർച്ചിൻ്റെ ചിത്രം എന്ന് പറഞ്ഞാൽ? റിസർച്ച് എങ്ങനെയെന്ന് വരയ്ക്കണം അതല്ല. റിസർച്ച് നമ്മൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ എങ്ങനെയാണ് ഇത് നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, അതിന് ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും, ഇന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഇതുപോലെയൊക്കെയാണ് ഞാൻ ചെയ്യുക, ഇത്ര പൈസ അതിന് ചിലവ് വരും, അല്ലെങ്കിൽ ഇത്ര ഇന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് ഇത്ര എക്കണോമിക്കൽ എക്സ്പെൻസ് എനിക്ക് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ത്രൂ ഫസ്റ്റ് ടു ലാസ്റ്റ് നമ്മളൊരു ഔട്ട്ലൈൻ ഉണ്ടാക്കുകയാണ് റിസർച്ചിൻ്റെ. ഓക്കെ, അങ്ങനെ റിസർച്ചിനെ കുറിച്ച് എഴുതി നമ്മളൊരു ഔട്ട്ലൈൻ ഉണ്ടാക്കുന്നതിനെയാണ് എന്ത് പറയാം? റിസർച്ച് ഡിസൈൻ എന്ന് പറയാം. ഓക്കെ, ദർ ആർ വാരിയസ് റിസർച്ച് ഡിസൈൻസ്. അപ്പോൾ നമ്മൾ റിസർച്ചിനെ കുറിച്ച് എഴുതി ഉണ്ടാക്കുന്നത് കുറേ ഉണ്ട്, അതായത് കുറേ ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണത്? എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ഉണ്ട്, നോൺ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ഉണ്ട്, ക്വാസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ഉണ്ട്, ഫാക്ടോറിയൽ ഡിസൈൻ ഉണ്ട്, സ്മോൾ ആൻഡ് ഡിസൈൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് പിന്നെ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം കേട്ടോ. അപ്പോൾ തൽക്കാലം നിങ്ങൾ ആ വേർഡ്സ് ഓർത്ത് വയ്ക്കുക. റിസർച്ച് ഡിസൈൻസ് കുറേ തരത്തിലുണ്ട്. എക്സ്പെരിമെൻ്റൽ ഡിസൈന്, നോൺ എക്സ്പെരിമെൻ്റൽ ഡിസൈന്, ക്വാസി എക്സ്പെരിമെൻ്റൽ ഡിസൈന്, ഫാക്ടോറിയൽ ഡിസൈൻ ആൻഡ് സ്മോൾ എൻഡ് ഡിസൈൻസ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് കളക്ഷൻ ഓഫ് ഡാറ്റ. അപ്പോൾ നമ്മൾ ആദ്യം പ്രോബ്ലം കണ്ടുപിടിച്ചു, അതിൽ നിന്ന് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് പ്രോബ്ലം എഴുതി, പിന്നെ തിസിസ് എഴുതി, സാമ്പിൾ എടുത്ത് നമ്മൾ പ്രൊജക്റ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ റിസർച്ചിൻ്റെ ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കി. നെക്സ്റ്റ് വണ്ണാണ് കളക്ഷൻ ഓഫ് ഡാറ്റ. അപ്പോൾ ഔട്ട്ലൈനൊക്കെ ഉണ്ടാക്കി നമ്മൾ ഇനി എന്ത് ചെയ്യണം? അതിന് വേണ്ട ഡാറ്റ കളക്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ അതിന് ഡാറ്റ എങ്ങനെയാണ് കളക്ട് ചെയ്യുക? Data can be collected with the help of standardized psychological tests, interview method, observation, questionnaire and so on. Various methods can be used to collect data from sample based on the objectives of the study. അതായത് ഇപ്പോൾ നമുക്ക് സാമ്പിൾ കളക്ട് ചെയ്യണം, ഡാറ്റ കളക്ട് ചെയ്യണം അല്ലേ.
നമുക്കിപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഡാറ്റ കളക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇത് സൈക്കോളജിക്കൽ ടെസ്റ്റ് വഴിയായിരിക്കും കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മളോട് ഇന്റലക്ച്വൽ കോഷ്യന്റെ IQ കണ്ടുപിടിക്കാൻ പറയാണ്. നമ്മൾക്കത് ടെസ്റ്റ് ചെയ്താലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലെ. അല്ലാതെ നേരിട്ട് പോയിട്ട് എനിക്ക് ഇത്ര ഉണ്ട് അങ്ങനെ പറയാൻ പറ്റുമോ നമുക്ക്? ഇല്ല. അപ്പൊ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റുകളിലൂടെ കാണാൻ പറ്റുള്ളൂ. പിന്നെ അതല്ലെങ്കിൽ ഇന്റർവ്യൂ. അപ്പൊ നമുക്ക് വേറൊരു കാര്യമാണ്, ഇപ്പോൾ ലിവിങ് കണ്ടീഷനെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടതെങ്കിൽ നമ്മൾ പോയിട്ട് അതായത് ഒരു പ്രദേശത്തുള്ള ആളുകളുടെ ലിവിങ് കണ്ടീഷനെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ നമ്മൾ ആ പ്രദേശത്തുള്ള ആൾക്കാരോട് നമുക്ക് എന്ത് ചെയ്യാം? സംസാരിക്കാം. മുഖത്തോട് മുഖം സംസാരിച്ച് ഇന്റർവ്യൂ ചെയ്ത് നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനി അതല്ലെങ്കിൽ ഒബ്സർവേഷൻ. നമുക്ക് ആളുകളെ നമ്മൾ ഒബ്സർവ് ചെയ്യാം. അവരങ്ങനെയൊക്കെയാണ്, അവരിങ്ങനെയാണ് ചെയ്യുന്നത്, അവർക്ക് ഇത്ര ഇന്റലക്ച്വൽ ഉണ്ട്, അതല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെയാണ്, അവരുടെ പേഴ്സണാലിറ്റി ഇതാണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ ക്വസ്റ്റ്യനർ. ഇപ്പം നമ്മൾ സർവേ ഒക്കെ എടുക്കാൻ പോകുകയാണെങ്കിൽ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻസ് തയ്യാറാക്കും അല്ലേ. അങ്ങനെ ക്വസ്റ്റ്യൻസോട് പോയിട്ടാണ് നമ്മൾ അവരോട് ചോദ്യം ചോദിക്കും, യെസ് ഓർ നോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയും. ആ ക്വസ്റ്റ്യൻസിനെ നമ്മൾ അടിസ്ഥാനമാക്കി നമ്മൾ ആ സർവേ നടത്തും. അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ. ഓക്കെ, അതിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമ്മൾ ക്വസ്റ്റ്യനെയർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഡാറ്റ കളക്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ, ഈ കളക്ട് ചെയ്ത ഡാറ്റ നമ്മൾ എന്ത് ചെയ്യണം? അനാലിസിസ് ചെയ്യണം. നമ്മൾ അപഗ്രഥിക്കണം അല്ലേ. എന്നാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. അല്ലാതെ കുറെ ഡാറ്റ കളക്ട് ചെയ്തതിനെ വെച്ചുകൊണ്ട് നമുക്ക് റിസർച്ച് ആവുമോ? ഇല്ല. അപ്പൊ ഇതെന്താണ് ഇതിൽ പറഞ്ഞത്, ഇതെന്താണ് ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ. അതാണ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. വൺസ് ദ ഡാറ്റ കളക്ഷൻ പ്രോസസ് ഈസ് ഓവർ, ഡാറ്റ കളക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ദ ഡാറ്റ ക്യാൻ ദെൻ ബി സബ്ജക്ട് ടു ഡാറ്റ അനാലിസിസ്. അത് നമ്മൾ എന്ത് ചെയ്യണം? അനാലൈസ് ചെയ്യണം. ക്വാളിറ്റേറ്റീവ്ലി ഓർ ക്വാണ്ടിറ്റേറ്റീവ്ലി ഓർ ബോത്ത്. അതല്ലേ, ക്വാളിറ്റേറ്റീവ് ആവാം, ക്വാണ്ടിറ്റേറ്റീവ്, അതായത് നമ്പർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നതാവാം, അതല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആവാം. ഓക്കെ, അല്ലെങ്കിൽ രണ്ടും കൂടിയതാവാം. In the present course, we will learn about some basic statistical techniques that can be used in analyze data. Okay, നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കുറച്ച് ടെക്നിക്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്ത്? സ്റ്റാറ്റിസ്റ്റിക്സ് ടെക്നിക്സ്. എന്തിന്? അനാലിസിങ്, ഡാറ്റ അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചില ടെക്നിക്സ് നമ്മൾ പഠിക്കുന്നു എന്നാണ് പറയുന്നത് ഈ ഒരു സബ്ജക്റ്റിൽ കേട്ടോ. നെക്സ്റ്റ് വൺ, ഡാറ്റ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിൽ നിന്നൊരു കൺക്ലൂഷൻ കിട്ടും അല്ലേ. അപ്പോൾ അത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്ത്? ഈ ഏരിയയിൽ കൂടുതൽ ആളുകൾ ഹൈ പ്രൊഫൈലുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ലോ പ്രൊഫൈലുള്ള ആളുകളാണ്, ചിലവർ എന്താ ഇക്കണോമിക്കലി വീക്ക് സെക്ഷൻസ് ആണ് കൂടുതൽ, അല്ലെങ്കിൽ ഇവർ ഫാർമേഴ്സ് ആണ്, ഇവർ ജീവിക്കാൻ വേണ്ടി കൃഷിയെ ആശ്രയിക്കുന്നവരാണ്, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ആൾക്കാരാണ്, അതല്ലെങ്കിൽ ടീച്ചേഴ്സാണ്, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സെക്ടർ വർക്ക് ചെയ്യുന്ന ഒരാൾ. ഇങ്ങനെ എന്ത് ഡാറ്റേൻ്റെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ കൺക്ലൂഷൻ കിട്ടുക. ഓക്കെ, ബേസ്ഡ് ഓൺ ദ റിസൾട്ട് ഒബ്റ്റൈൻഡ് ഇൻ ഡാറ്റ അനാലിസിസ്, കൺക്ലൂഷൻസ് ആർ ഡ്രോൺ and then the researcher is in position to generalize the result to the population. Okay, അപ്പം നമ്മൾ സാമ്പിൾ എടുത്തു, അതിൻ്റെ ഡാറ്റ ശേഖരിച്ചു, അതിൻ്റെ ഡാറ്റ അനലൈസ് ചെയ്തിട്ട് നമുക്ക് സാമ്പിളിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ അതിനെ നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യണം? പോപ്പുലേഷനിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ ഈ ഒരു അനാലിസിസിനെ ബേസ് ചെയ്തിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നടക്കുന്നത്. The above discussed components are relevant to understand before we move to understanding the role of statistics. Okay, the psychological researchil സ്റ്റാറ്റിക്കുള്ള സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അത് റിസർച്ച് എന്താണ്, റിസർച്ചിൻ്റെ മെത്തേഡ്സ് എന്താണെന്ന് മനസ്സിലാക്കിയാലുള്ളൂ സ്റ്റാറ്റ് ഇതിൽ എങ്ങനെയാണ് വർക്ക് ആവുന്നത് നമുക്ക് മനസ്സിലാവുക അല്ലേ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാം റോൾ ഓഫ് സ്റ്റാറ്റ് ഇൻ സൈക്കോളജിക്കൽ റിസർച്ച്. എന്താണ്? വൈൽ ഡ്രോവിങ് എ സാമ്പിൾ ഫ്രം പോപ്പുലേഷൻ, നമ്മളൊരു പോപ്പുലേഷനിൽ സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇറർ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ സാമ്പിളിംഗ് ടെക്നിക്സ് ഉപയോഗിക്കാറുണ്ട്, അവിടെ സ്റ്റാറ്റ് വരുന്നുണ്ട്. ദ നെക്സ്റ്റ് വൺ, കമ്പ്യൂട്ടർ സാമ്പിൾ സൈസ്, അതായത് നമ്മൾക്ക് സാമ്പിൾ നമ്മൾ എടുക്കുന്ന സാമ്പിളിന്റെ സൈസ് കൂട്ടണോ കുറക്കണോ, അത് നമ്മൾ പറഞ്ഞു നമ്മളുടെ റിസർച്ചിന് അനുപാതികമായിട്ടാണ് വരിക. നമ്മൾ പഠിക്കുന്ന വിഷയം എത്രത്തോളം ആഴുന്നതാണോ അതിനനുസരിച്ച് സാമ്പിളിന്റെ എണ്ണം കൂട്ടേണ്ടി വരും. അപ്പൊ അത് കൂട്ടണോ കുറക്കണോ എന്നൊക്കെ ഉള്ളത് സ്റ്റാറ്റ് വെച്ചിട്ടാണ് നമ്മൾ നോക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇൻ ടെസ്റ്റ് ഡെവലപ്മെന്റ് ഇതിന്റെ തിസീസ് നമ്മൾ സ്വീകരിക്കണോ അതല്ല അത് കളയണോ, അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടെക്സ്റ്റിന്റെ ഫർദർ ഡെവലപ്മെന്റിനൊക്കെ സ്റ്റാറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇൻ അനാലിസിസ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ കളക്റ്റഡ്, അതായത് ഇപ്പൊ ഇന്റലക്ച്വലിനെ കുറിച്ചിട്ടാണ് അതല്ലെങ്കിൽ അവരുടെ സെൽഫ് എസ്റ്റീമിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ അതൊക്കെ സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ നമുക്ക് നേരിട്ടൊരാൾ നോക്കിയിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അതിന്റെ ഡാറ്റ ഗ്രാഫ് വരച്ചിട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം. പിന്നെ എൻഹാൻസ് ദ ഡിഗ്രി ഓഫ് പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ അതായത് ശരി നമുക്ക് കിട്ടുന്ന ഉത്തരത്തിന്റെ അക്യുറസി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ദ നെക്സ്റ്റ് വൺ ദ ക്ലാസിഫൈ ആൻഡ് ടാബുലേറ്റ് ദ ഡാറ്റ,
ഈ കിട്ടിയ ഡാറ്റകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാനും നമ്മൾ കോളങ്ങളാക്കാനും കള്ളികളാക്കാനും അതിനെ എന്ത് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, അതിനെ ടാബുലേറ്റ് ചെയ്യും, പട്ടികയാക്കി വെക്കും ഒക്കെ സ്റ്റാറ്റ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ടു റെപ്രസെന്റ് ഗ്രാഫിക്കലി, ഇതിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യും, അതും സ്റ്റാറ്റ് ഉപയോഗിച്ചാണ് ചെയ്യാം അല്ലെ. ഹിസ്റ്റോഗ്രാമും ഡയഗ്രാംസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റാറ്റ് ഉപയോഗിച്ചാൽ. നെക്സ്റ്റ് വൺ, ടു പ്രെഡിക്റ്റ് വേരിയബിൾ ഫ്രം അതർ വേരിയബിൾ. അതായത് ഇനി പുതിയൊരു വേരിയബിൾ നമ്മൾ കണ്ടുപിടിക്കണോ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ റെമഡി നമ്മൾ കണ്ടുപിടിക്കണോ, അതായത് ഈ കുട്ടികളിലുള്ള ഡ്രഗ് അഡിക്ഷൻസിന് എങ്ങനെ നിർത്താമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇതൊക്കെ ഒന്നിനെ ബേസ് ചെയ്ത് മറ്റൊരു വേരിയബിൾ കണ്ടുപിടിക്കണം, ഇതൊക്കെ നമ്മൾ സ്റ്റാറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇതിൽ സൈക്കോളജിക്കൽ റിസർച്ചിലെ ഒരു മെയിൻ പാർട്ട് ആര് വഹിക്കുന്നുണ്ട്? സ്റ്റാറ്റ് വഹിക്കുന്നുണ്ട്. ഓക്കെ, ഈ സ്റ്റാറ്റിസ്റ്റിക്സിനെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടായിട്ട് തരംതിരിക്കാം, പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക്. ഓക്കെ, പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് എന്താണ് ഇതെന്ന് നമുക്ക് നോക്കാം. എന്താണ് പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്? ദ ഡാറ്റ ഷുഡ് ബി നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഡാറ്റ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം, സാമ്പിൾ ഷുഡ് ബി ഹോമോജീനിയസ് ആയിരിക്കണം, the variables are to be measured with the interval or ratio scale. ഓക്കെ, അതായത് ഇപ്പൊ നമ്മളോട് പഠിക്കാൻ പറയാണ് ഈ അഡോളസൻസിനെ കുറിച്ചാണെങ്കിൽ, അപ്പൊ നമ്മൾ പറയും എന്താണ്, അഡോളസന്റെ ഏർലി സ്റ്റേജിൽ 10 to 13 വരെ നമുക്ക് ഇന്റർവെൽ ഇട്ട് പഠിക്കാം. ഓക്കെ, ഇത്ര കുട്ടികളുണ്ട്, അവരുടെ സംഭവങ്ങൾ ഇങ്ങനെയാണ്. അല്ലെങ്കിൽ മിഡ് അഡോളസന്റ് ആണെങ്കിൽ അവരുടെ സ്വഭാവം ഇങ്ങനെയാണ്. അതായത് ലേറ്റ് അഡോളസൻസ് ആണെങ്കിൽ, അതായത് യുവാത്വത്തിനോട് അടുത്തിരിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ സ്വഭാവം ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഇന്റർവെൽ തിരിച്ചിട്ട് അതിനെ പഠിക്കാം. വാരിയബിൾസ് ഷുഡ് ബി മെഷർഡ് വിത്ത് ഇന്റർവെൽസ്. സാമ്പിൾ ഷുഡ് ബി ഹോമോജീനിയസ്. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരേ രീതിയിലുള്ള സാമ്പിൾ ആയിരിക്കണം. ഓക്കെ, അതിന്റെ എന്താ പറയാ, ഒരു സംഭവത്തിന്റെ മാത്രം ഒരു ക്യാരക്ടറിസ്റ്റിക് മാത്രം ഉൾക്കൊള്ളുന്ന സാധനങ്ങൾ അങ്ങനെയാണ്. പിന്നെ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. അപ്പൊ ഇതൊക്കെയാണ് പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ എന്താ പറയാ വിശേഷണങ്ങൾ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്. അതിന്റെ ഒരു വിശേഷണങ്ങളാണ് സാമ്പിൾ ഈസ് ഹെട്രോജീനിയസ് ഇൻ നാച്ചർ. സാമ്പിൾ എന്തായിരിക്കണം? ഹെട്രോജീനിയസ് ആയിരിക്കണം. ഡാറ്റ ഈസ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റ അല്ല. ആ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ എന്താണെന്ന് നമ്മൾ പഠിക്കട്ടോ. പിന്നെ ഹാസ് ഔട്ട്ലയേഴ്സ്. ഓക്കെ, പിന്നെ വാരിയബിൾസ് ആർ മെഷേർഡ് വിത്ത് നോമിനൽ ഓർ ഓർഡിനൽ സ്കെയിൽ. ഇപ്പം നേരത്തെ നമ്മൾ റേഷ്യോ ഇന്റർവെൽ വെച്ച് പറഞ്ഞു, ഇവിടെ നോമിനൽ ആൻഡ് ഓർഡിനൽ സ്കെയിൽ വെച്ച് നമ്മൾ പറയുന്നത് അതെന്താണെന്നുള്ളത് പറയാം. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സിനെ ഇനി വേറെ രീതിയിൽ നമുക്ക് 3 തരംതിരിക്കാം. അതായത് വേരിയബിൾസിന്റെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് സ്റ്റാറ്റിനെ വീണ്ടും 3 തരംതിരിക്കാം. യൂണിവാരിയേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പഠിക്കുന്ന ആ ഒരു സംഭവത്തിൽ ഒറ്റ വേരിയബിൾ മാത്രമേ ഉള്ളെങ്കിൽ അതിന് യൂണിവാരിയേറ്റ് എന്ന് പറയാം. 2 ഉണ്ടെങ്കിൽ അതിനെന്ത് പറയാം? ബൈവാരിയേറ്റ് എന്ന് പറയാം. 2ൽ കൂടുതൽ വേരിയബിൾസ് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് എന്താ പറയാം? മൾട്ടി വാരിയേറ്റ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പൊ ഇത്രയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ.